Today we are going to Lajpat Nagar Market, Central Market എന്നും പറയും. ഡൽഹിയിലെ one of the major cloth and showpiece മാർക്കറ്റാണ്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒരു 10-minute walk, 10 minutes പോലും ഇല്ല, അതിലും കുറവാണ്. And today we have with us Shane also. ഞങ്ങളുടെ വീടിൻ്റെ താഴെ തന്നെ we have this wholesale cloth ഷോപ്സ്. ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ് ആക്ച്വലി. ഇത് കണ്ടോ, മേളിലൊക്കെ ആൾക്കാർ താമസിക്കുന്നതാണ്, പക്ഷേ താഴെ ഫുൾ ക്ലോത്ത് ഷോപ്സാണ്. ആൻഡ് ഇവിടുന്ന് ഓൾ ഓവർ ഡൽഹി ആൾക്കാർ വരും, റീറ്റെയിലേഴ്സ് വന്ന് മേടിച്ചുകൊണ്ട് പോകും. കാണാൻ കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ആണെങ്കിലും ഇവരെല്ലാവരും ഹോൾസെയിലാണ്. നമ്മളൊന്നും കയറത്തില്ല, ബിക്കോസ് ദേ സെൽ ഓൺലി ഹോൾസെയിൽ. അപ്പം ഞങ്ങൾ ലാജ്പത് നഗർ മാർക്കറ്റിൻ്റെ എൻട്രി പോയിൻറ്റിലാണ്. ഇവിടെ ഫസ്റ്റ് ഇപ്പം മാക്സിൽ കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. റോഡ് ക്രോസ് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് മാക്സ് ഉണ്ട്. മാക്സിൽ കയറി നോക്കിയിട്ട് പിന്നെ മുന്നോട്ട് സാധാരണ മാക്സിലോ വിമാർട്ടിലോ അവിടെയൊക്കെ കയറാറുള്ളത്. അപ്പോൾ തൽക്കാലം ഇപ്പം ആദ്യം ഫസ്റ്റ് മാക്സിൽ പോയി നോക്കിയിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ട്. പിന്നെ ഇവിടെയല്ല, മെയിനായിട്ടുള്ള മാർക്കറ്റ് കുറച്ചും കൂടെ മുന്നോട്ട് പോകണം. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് മാർക്കറ്റിൻ്റെ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഇവിടെയാണ്. ഇത് കണ്ടോ, ഇതാണ് മാക്സ്. See, we are entering now. അത് സെറ്റായിട്ടാ. അമ്മ ഷെയ്നു ഓടിപ്പോയി. ഷർട്ട് മേടിക്കമ്മേ, ഷർട്ട്. അമ്മ എന്തൊക്കെ എടുത്ത്? Let's see how she looks. നല്ല രസമാണല്ലോ. മീഡിയം എടുത്തോ, നല്ലതാ.
So this is what the trial rooms look like. But oh, this looks like the other one only. സെയിം Huh. പക്ഷേ ഇത് 2 പീസാണ് സിംഗിൾ പീസ് ആയിരിക്കും. No, the other one is better. ഷീനുവിന് ബോറടിച്ചിട്ട് വയ്യ. ഇപ്പം ഞങ്ങൾ ലോവർ ഗ്രൗണ്ടിലോട്ട് പോവാ. ഷോണുവിന് ഒരു ഷർട്ട് മേടിക്കണം. സോ ലോവർ ഗ്രൗണ്ട് ഹാസ് കിഡ് സെക്ഷൻ. ഇതെങ്ങനെയുണ്ട്? No. That's all. ഷീനിക്കുട്ടിക്ക് വെച്ച് നോക്കിയാൽ അങ്ങനെ ഉണ്ടെന്ന്. ഷീനിക്കുട്ടിക്ക് മാച്ച് ആവുന്നുണ്ടോ? വേണ്ടേ? ഇഷ്ടപ്പെട്ടില്ല? ഷോണുവിന് ഒരു ഷർട്ട് സെലക്ട് ചെയ്തു. നൗ വി ആർ ഗോയിങ് ടു സെക്കൻഡ് ഫ്ലോർ, ദാറ്റ് ഈസ് മെൻസ് സെക്ഷൻ. നമുക്ക് ലിഫ്റ്റ് ഉപയോഗിച്ച് പോവാം. Not nice. This one is nice. യെല്ലോ ഒന്നും വേണ്ട, അവരോ യെല്ലോ ഒന്നും ഉപയോഗിക്കത്തില്ല. എക്സൽ എടുത്തേ, അത് എക്സൽ എടുത്തേ. ഇത് ഭയങ്കര വില കുറവാണ്. ഇതൊക്കെ ടീഷർട്ട് പോലത്തെ ഷർട്ടാണല്ലോ അല്ലേ? ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇതോ? That's also okay only. ഓ ദേ ഇവിടെ നല്ലതുണ്ടല്ലോ. ഞങ്ങളിപ്പം മാർക്കറ്റിലോട്ട് നടക്കണ വഴിയാണ്. മാക്സിയിൽ നിന്ന് ഇറങ്ങി വഴി കൂടെ, ഇത് മാർക്കറ്റല്ല, വഴി കൂടെ ഇങ്ങനെ ഷോ പീസുകൾ വെച്ചോണ്ടിരിക്കുക. ആൾക്കാരൊക്കെ വന്ന് മേടിക്കാറുണ്ട്. നെക്സ്റ്റ് ടോയ്സ്, ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ വെക്കാറുണ്ട്. ക്ലോത്ത്സ്, ടിഫിൻസ്, എല്ലാം 100 രൂപ 200 രൂപയൊക്കെ ഉള്ളൂ. belts, socks. ഇനി നമ്മൾ ഗോൽഗപ്പേക്കാരൻ്റെ അടുത്ത് വന്ന് ഇന്ന് ഗോൽഗപ്പ കഴിക്കുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടായി. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല,
ഞാൻ അതിൻ്റെ ആ വെള്ളം മേടിച്ച് കുടിക്കത്തില്ല. हाँ नहीं मीठा बिल्कुल नहीं. बहुत कम पानी. കഴിച്ചേടി. പാനി എങ്ങനെയുണ്ട്? നല്ല. ആ എനിക്കൊരെണ്ണം വായി വെച്ചതായേ. अगले वाले में पानी मत डालना. എനിക്ക് അതും കൂടെ തിന്നോ. ഇത് വിത്തൗട്ട് വെള്ളം. കൊച്ചിന് വേണമെന്നടി. ഫ്ലവേഴ്സിൻ്റെ ഷോപ്പാണ്. നല്ല രസമില്ലേ കാണാനായിട്ട്. ഇതിപ്പോഴും മാർക്കറ്റിന്റെ അകത്തല്ല കേട്ടോ. ഇത് മാർക്കറ്റിൻ്റെ വെളിയിൽ കൂടെ വെച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ നമ്മൾ മാർക്കറ്റ് എത്തി. ഇതിപ്പോൾ മാർക്കറ്റിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്യുന്ന സ്ഥലമാണ്. ഇതുണ്ടോ, ഇവിടെ എല്ലാം ചെരുപ്പ് കടകൾ, കുറേ കടകളുണ്ട്. വിമാട്ടിലാണോ ഓടി പോകുന്നത്? എന്നാൽ പിന്നെ അകത്തോട്ട് കയറണ്ടല്ലോ, നമുക്ക് പുറത്തു കൂടെ തന്നെ പോകാം. ഇവിടെ എല്ലാം ഫുൾ ഇങ്ങനെ കേർട്ടൻസും വീടിൻ്റെ അകത്തോട്ട് വേണ്ടുന്ന സാധനങ്ങൾ അങ്ങനത്തേതൊക്കെയാണ് കൂടുതലും. ഇതിപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ പുറത്തുള്ള ഗലി കൂടെയാണ് നടക്കുന്നത്. കാരണം വിമാട്ടി പോകാൻ വേണ്ടിയിട്ട് അകത്തോട്ട് ഇതുവരെ കയറിയില്ല. അകത്തോട്ട് കയറുന്നുമില്ല. കാരണം വിമാട്ടിൽ നിന്ന് കിട്ടുവാണെങ്കിൽ പിന്നെ അകത്തോട്ട് കയറുന്നില്ല. കണ്ട നല്ല രസമില്ലേ? കയ്യിലിടുന്ന പല കളറിലുള്ള ഇതൊക്കെ ഇയറിങ്ങിൻ്റെ ഭയങ്കര വലിയ ഇയറിങ്ങുകളാണ്. കണ്ടോ നമ്മുടെ കേർട്ടൻ സെറ്റ്. ഇത് കേർട്ടൻ സെറ്റ് അല്ലേ ഡി? ഇതെന്തുവാ? ആ അച്ഛാ, ഇത് മാറ്റാ. ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ പല കളറിലുള്ള നമുക്കിങ്ങനെ ലേസ് പോലെ ഉടുപ്പയിലൊക്കെ വെക്കണമെങ്കിൽ ലേസിൻ്റെ മാത്രമായിട്ടുള്ള ഷോപ്പായത്. ഇനി വി ആർ ഗോയിങ് ടു വിമാർട്ട്. വിമാർട്ടും മാക്സ് പോലെ തന്നെയാണ്, പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് എ ലിറ്റിൽ ബിഗർ. താഴെ ജെൻസിൻ്റെ
लिया वो ट्राई करके देखो और क्या ये वाला करना ബേസ്മെൻറ്റിൽ മെൻ സെക്ഷനിലാണ് ഞങ്ങളിപ്പോൾ. മെയിൻ ഒബ്ജക്റ്റീവ് ഒരു ടീഷർട്ട് മേടിക്കുക എന്നുള്ളതാണ്. മാക്സിൽ നിന്ന് കിട്ടിയില്ല. സോ നൗ വീവ് കം ഹിയർ. തൂങ്ങി വീഴുന്നത് എൻ്റെ ഷെയിനിക്കുട്ടി തൂങ്ങി വീഴുവാണേ. ഷെയിനിക്കുട്ടി മടുത്തു. കോളറുള്ള ടൈപ്പ് ടീഷർട്ട് എടുക്കടി. നോക്കിക്കേ. हाँ नाइस. ഏത് വിച്ച് വൺ? All. ഇതിൽ നിന്ന് എക്സൽ എടുത്തേര്. No, definitely not. Chi. No. കുഴപ്പമില്ല. നോക്കി എക്സൽ അല്ലേ നോക്കി, ഒന്ന് വിടത്തി നോക്കി. എക്സലാ. പക്ഷെ കണ്ടിട്ട് ഭയങ്കര സൈസ് കുഞ്ഞിട്ട് തോന്നുന്നു. ഇനിയിപ്പോൾ ഇവിടെ മോമോസ് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാം. മോമോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡോൾമാൻറ്റിയുടെ മോമോസ് ഭയങ്കര ഫേമസ്. ഞങ്ങൾ ലാജ്പത് നഗറിൽ വന്നാൽ അത് മേടിക്കാതെ പോകത്തില്ല. കണ്ടു കഴിയുമ്പോൾ തോന്നും ഹൈജീനിക് അല്ല എന്നൊക്കെ തോന്നും. പക്ഷേ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ ആകെ ഞാൻ കഴിച്ചിരിക്കുന്ന സ്ട്രീറ്റ് ഫുഡ് ഈ ഡോൾമാൻറ്റിയുടെ മോമോസ് ആയിരുന്നു. ആ സമയത്തൊക്കെ സ്ട്രീറ്റ് ഫുഡൊന്നും എനിക്ക് മേടിച്ച് തരികയില്ലായിരുന്നു സുമേഷ്. പക്ഷേ ഇത് ഭയങ്കര ഹൈജീനിക്കാണ്, ഭയങ്കര ഫേമസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പം ഇതുവരെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. കാരണം ഇതിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് അത്ര തിരക്കില്ല. ഒരു 6 മണി ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു നമുക്കിതിൻ്റെ അടുത്തോട്ടെങ്ങും അടുക്കാൻ പറ്റത്തില്ല. അത്ര ഭയങ്കര നീണ്ട ക്യൂവാണ്. കാരണം അത്രയും ടേസ്റ്റിയാണ്. നമ്മൾ മേടിക്കുന്ന സ്പെഷ്യലായിട്ട് തന്തൂരി മോമോസാണ്. തന്തൂരി മോമോസ് എന്ന് പറയുമ്പോൾ മോമോസ് ഫ്രൈഡ് അതിന് സ്പെഷ്യൽ കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഇന്ന് ലാജ്പത് നഗർ മാർക്കറ്റിൻ്റെ അകമൊന്നും കാണിക്കാൻ പറ്റിയില്ല. കാരണം അകത്തുനിന്ന് മേടിക്കാനായിട്ടൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, ഷെയ്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയി. പിന്നെ അവനെ ചുമന്നുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടായത് കാരണം ഞങ്ങൾ എളുപ്പം പരിപാടി അവസാനിച്ച് തിരിച്ചു പോകുന്നു. വേറൊരു ദിവസം ലാജ്പത് നഗറിൻ്റെ അകം എല്ലാം ഫുള്ളായിട്ട് കാണിക്കാം. അപ്പോൾ ടാറ്റ ബൈ ബൈ. Until then, bye.